ഹലോ എവ്രി വൺ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് തന്നെയാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് അതർ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിത്ത് റെഫറൻസ് ടു അഡ്ജോയ്ൻമെൻറ്റ് മോഷൻസ് ഇൻ ദ പാർലമെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ദ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർലി ടോക്ക് അബൌട്ട് which of the following is not correct. It's not correct. Question is about the statement is which one is not correct. Only Lok Sabha is permitted to raise this motion. Only Lok Sabha is permitted to raise this motion. The questions is asking about the adjournment motion in Parliament. Adjournment motion in Parliament. That adjournment motion in Parliament, only Lok Sabha is permitted to raise this motion. Is it correct or not? Another one, it is usually introduced to deal with matters of urgent importance that is under the adjudications by court. In this statement clearly states that it is usually introduced to deal with the matters urgent importance that under the adjudication by a court. Another one, C option, such a motion requires support of 50 members to be admitted in the House. For this adjournment motions require support of 50 members to be admitted in this House. This is C option. Another option, D option, the discussion on this motion should last for not less than 2 hours and 30 minutes. According to this statement, the adjournment motion in the Parliament is the discussion on this motion should last for not less than 2 hours and 30 minutes. Which option is the correct answer? About which of the following is not correct according to the adjournment motion of the Parliament? Answer is B. B option is not correct because of B option is not correct because of adjournment motion is introduced in the Parliament to draw the attention of the Houses to definite matter of urgent public importance and record support of 50 members to be admitted. It is regarded as an extraordinary device and Rajya Sabha is not permitted to make use of this device. It should not deal with any matter that is under the adjudication by a court. Is taken from an Indian polity M. Lakshmikant. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അഡ്ജോയ്ൻമെൻറ്റ് മോഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതാണോ കറക്റ്റ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അഡ്ജോയ്ൻമെൻറ്റ് മോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓൺലി ലോക്സഭ ഈസ് പെർമിറ്റഡ് ടു റൈസ് ദിസ് മോഷൻ ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. രാജ്യസഭയ്ക്ക് അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഇല്ല. ഓൺലി ലോക്സഭയ്ക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പെർമിഷൻ ഉള്ളൂ. പിന്നെ അടുത്തത്, ഇറ്റ് ഈസ് യൂഷ്വലി ഇൻട്രൊഡ്യൂസ്ഡ് ഡീൽ മാറ്റേഴ്സ് ഓഫ് അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ് ദിസ് കോർട്ട് അഡ്ജോയ്ൻമെൻറ്റ് ബൈ കോർട്ട്. അപ്പോൾ കോർട്ടിൻ്റെ അഡ്ജോയ്ൻമെൻറ്റ് കുറച്ച് പറഞ്ഞതിനനുസരിച്ചിട്ട് ഉള്ള ഇമ്പോർട്ടൻസ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അത് അബ്സല്യൂട്ട്ലി തെറ്റാണ്. പബ്ലിക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അതിന് വേണ്ടിയിട്ട് ആണ് ലോക്സഭയിൽ ഇങ്ങനെ ഒരു മോഷൻ അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ എന്ന് റൈസ് ചെയ്യുന്നത്. അപ്പോൾ B ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഈ ഒരു മോഷന് വേണ്ടിയിട്ട് 50 മെമ്പേഴ്സിന് ആവശ്യമാണ്, റിക്വയറാണ്. സപ്പോർട്ടിന് വേണ്ടി 50 മെമ്പേഴ്സ് ആവശ്യമാണ്. പിന്നെ ഈ ഡിസ്കഷൻ നോട്ട് ഈ 2.5 hours ലെസ് ദാൻ ആയിട്ടാണ് ഈ ഡിസ്കഷൻ നടക്കുകയുള്ളൂ. അതിനേക്കാൾ കുറവായിട്ട്, അതിന് മേലെ പോകത്തില്ല. 2.5 hours കുറവായിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ B ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനേഷൻ എന്ന് പറയുന്നത്, എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ലോക്സഭ പെർമിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിക്കുകയാണെങ്കിൽ അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ എന്ന് പറയുന്നത് അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം, അതൊരു പബ്ലിക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അർജൻറ്റ് മോഷനാണ്. അതിന് അത്രയും കാര്യം ചെയ്യണമെങ്കിൽ ഒരു 50 പേരെങ്കിലും എന്ത് വേണം ആണ്. പിന്നെ നമ്മൾ നമ്മുടെ ലോക്സഭയിലുള്ള ഒരു മെമ്പേഴ്സാണ് ആവശ്യമുള്ളത്. ലോക്സഭയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, രാജ്യസഭയല്ല ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കോർട്ടിൻ്റെ ജുഡിക്കേഷനുള്ള കാര്യങ്ങളൊന്നല്ല ഇതിൽ എന്ത് ചെയ്യുന്നത്, ഈ പെട്ടെന്ന് ഈ ഒരു അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് അഡ്ജോയ്ൻമെൻറ്റ് മോഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് അത് ഓർത്തിരിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു പബ്ലിക് ഇമ്പോർട്ടൻസ്, ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ വേണ്ടി വരും. പിന്നെ ഒരു സെക്യൂരിറ്റി ത്രെട്ടൻ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു അഡ്ജോയ്ൻമെൻറ്റ് മോഷൻ വരും. അങ്ങനെയാണ് നമ്മളിപ്പോൾ തിങ്ക് ചെയ്തിട്ട് വരേണ്ടത്. അങ്ങനെ അത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത് ദ ടേം കട്ട്കരി റഫേഴ്സ്. കട്ട്കരി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നിതിൻ ഗഡ്കരി എന്നൊക്കെ ആലോചിച്ചാൽ മതി. ഈ ടേം കട്ട്കരി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് ശരിക്ക്. ടോം കട്ട്കരി റഫേഴ്സ് അറ്റ് ട്രൈബൽ ഓപ്ഷൻ ട്രൈബൽ ഗ്രൂപ്പാണോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നവരാണോ, ട്രഡീഷണൽ വീവേഴ്സ് ആണോ, ഡാൻസ് ഡ്രാമ ചെയ്യുന്നവരാണോ എന്നുള്ളതാണ്. കട്ട്കരി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. Katkari is one of the 75 particularly vulnerable tribal group in India. It is the tribal group in India is particularly vulnerable on the aspect of 75 particularly vulnerable tribe. One of the 75 particularly vulnerable tribal group in India. They are located primarily in the Maharashtra and some part of the Gujarat. They were historically forest dwellers also. Are historically forest dwellers. Katkari is one of the 75 vulnerable, particularly vulnerable tribal group in India, and is located in Maharashtra and some other places of Gujarat, and they were historically forest dwellers. So the term Katkari refers to tribal group. Katkari എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. ഇന്ത്യയിലെ 75ഓളം ട്രൈബൽ ഗ്രൂപ്പ്സ് ഇപ്പോൾ വൾണറബിൾ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അതിലൊരു വിഭാഗമാണ് കട്ട്കരി എന്ന് പറയുന്നത്. ഇത് ഏകദേശം മഹാരാഷ്ട്രയിലും ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങളിലുമാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സാണ്. ഈ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അറിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനതിൻ്റെ മലയാളം ഒന്നും പറയാത്തത്. അത്യാവശ്യം അറിയുന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ സിവിൽ സർവീസിലും ഡിഗ്രി ലെവൽ എക്സാമിനേഷനിലൊക്കെ വരുന്നത്. അതുകൊണ്ടാണത് മലയാളം പറയാത്തത്. ഇപ്പോൾ ഇനി മലയാളം പറയണം, ഇങ്ങനെ എല്ലാ വേർഡ്സും മലയാളം പറയണമെങ്കിൽ അതുകൂടെ ഞാൻ പറയാം. ഒരാൾക്ക് എനിക്കും പഠിക്കാം നിങ്ങൾക്കും പഠിക്കാം എന്നുള്ളതാണല്ലോ ലക്ഷ്യം. Lamayuru, Shey, Namgyal are important sites. Lamayuru, Shey and Namgyal. Lamayuru, Shey, Namgyal are important sites. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നുള്ള മനസ്സിലായി. ഇത് ഹാവിങ് ജെയിൻ ടെമ്പിൾസ്, ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസ്, റോക്ക് കട്ട് കേവ്സ്, ഹിന്ദു ടെമ്പിൾ. ലാമയൂരു എന്ന് പറയുമ്പോൾ ഇത് പിന്നെ നാംഗ്യാൽ ഒക്കെ ഒരു സൈറ്റ്സാണ്, ഒരു പ്ലേസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് മൊണാസ്റ്ററീസ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ലാമയൂരും ഷെയ് നാംഗ്യാലൊക്കെ. ഇപ്പോൾ നാംഗ്യാലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലാമയൂരു അറിയില്ല, ഷെയ്യും നാംഗ്യാലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നാംഗ്യാൽ എന്ന് പറയുന്നത് ഒരു മൊണാസ്റ്ററിയാണ്. ഹിമാചൽ പ്രദേശിലുള്ള ഒരു ധർമ്മശാലയിൽ. നാംഗ്യാൽ ഈസ് എ മൊണാസ്റ്ററി ഈസ് ഇൻ ധർമ്മശാല ഇൻ ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മശാലയിലുള്ള ഒരു മൊണാസ്റ്ററിയാണ് ഈ നാംഗ്യാൽ മൊണാസ്റ്ററി എന്ന് പറയുന്നത്. ഷേ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊണാസ്റ്ററിയാണ് ഷേ മൊണാസ്റ്ററി, അല്ലെങ്കിൽ ഗോംബ മൊണാസ്റ്ററി എന്നൊക്കെ പറയും.
ഇവിടെ കൂടുതലായിട്ട് ലാർജ് എമൗണ്ടിൽ ലാർജായിട്ട് ബുദ്ധ സ്റ്റാറ്റ്യൂസ് ഉള്ള ഒരു ഏരിയ. ഇത് വേണമെങ്കിൽ നമുക്കറിയാം, ജമ്മു ആൻഡ് കാശ്മീരിലെ ഷെയ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അത് കുറേ ബുദ്ധൻ്റെ സ്റ്റാറ്റ്യൂ ഉള്ള ഒരു പ്ലേസാണത്. പിന്നെ ലാംയൂരും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഒരു മൊണാസ്റ്ററിയാണ്. ഇപ്പോൾ ലാംയൂരു, ഷെയ്, നാംഗ്യാൽ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി വിച്ച് ഓഫ് ദ റിവേഴ്സ് ഡ്രെയിൻ ഇൻ ടു ദ അറേബ്യൻ സീ? അറേബ്യൻ സീയിൽ അവസാനിക്കുന്ന ഒരു റിവറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ദാദർ, വംസാദര, സെന്തുർജി, പാലാര്, ബാദ്ര. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ്. അറേബ്യൻ സീയിൽ അവസാനിക്കുന്നത് ഇത് അറേബ്യൻ സീയിൽ അവസാനിക്കുന്നത് ദാദാറും പിന്നെ സെന്തുർജിയും പിന്നെ ഭദ്രയാണ്. ഈ വംസദാരും പാലാരും എന്ന് പറയുന്നത് ഈ ശരിക്ക് സെന്തുർണി ആയിരിക്കാൻ സെന്തുർണിയാണ്. സെന്തുർണി എന്ന് പറയുന്ന സെന്തുർണി റിവർ, പിന്നെ ദാദാർ റിവറും ബാദ്ര റിവറും ശരിക്ക് അറേബ്യൻ സീയിൽ അവസാനിക്കുന്ന ഒരു റിവറാണ്. അറേബ്യൻ സീയിലേക്ക് പോകുന്ന റിവറാണ്. പാലാറും വംസദാറും എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ഇത് എടുത്തിട്ടുള്ളിരുന്ന് NCERTയുടെ ക്ലാസ് 11th ജോഗ്രഫിയിൽ നിന്നാണ് എടുത്തുള്ളത്. ഇനി കൺസിഡർ ദ ഫോളോയിങ്. ഫസ്റ്റ് കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റിൽ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ ശരിയാണോ എന്നുള്ളത് നോക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ദ സ്പീക്കർ ഓഫ് ലോക്സഭ ക്യാൻ റിസൈൻ ഫ്രം ഹിസ് ഓഫീസ് ബൈ റൈറ്റിംഗ് ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. As a speaker of Lok Sabha can resign from his office by writing to the Prime Minister is not. It's absolutely wrong. Another one, members of both houses of the Parliament have to make and subscribe to oath on affirmation before President before taking seat in the House. Members of both houses of the Parliament have to make and subscribe to oath and affirmation before President before taking his seat on House. Another one, the salary and allowance of chairman of Rajya Sabha are determined by the Parliament, are not subject to the annual vote of the Parliament. Which of the statement is above correct? Answer is B. B is 2 and 3 is the correct answer. Another the option, Speaker of Lok Sabha can resign from his office by writing to Deputy Speaker of Lok Sabha. That is the correct answer. അതേപോലെ ദ സ്പീക്കർ ഓഫ് ചെയർമാൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ വരികയാണെങ്കിൽ സ്പീക്കർ, ലോക്സഭയിലെ സ്പീക്കർ റിസൈൻ ചെയ്യണത് ഡെപ്യൂട്ടി സ്പീക്കറിന് റൈറ്റിംഗ് എഴുതിയിട്ടാണ്. പിന്നെ മെമ്പർ ഓഫ് പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും മെമ്പേഴ്സ് ഓത്ത് ഓഫ് അഫർമേഷൻ ചെയ്യുന്നത് പ്രസിഡൻറ്റിൻ്റെ മുമ്പാകെ തന്നെയാണ്. ടേക്കിംഗ് ഹിസ് സീറ്റ് ഓൺ ദ ഹൗസ്. സാലറീസ് അലോവൻസൊക്കെ ചെയർമാനിൻ്റെ രാജ്യസഭയുടെ ചെയർമാൻ്റെ സാലറി അലോവൻസൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് പാർലമെൻറ്റാണ്. അതും ആനുവൽ വോട്ട്, പാർലമെൻറ്റിൻ്റെ ആനുവൽ വോട്ടിൽ വരത്തില്ല. ഇപ്പോൾ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. The Speaker of Lok Sabha can be removed by resolution passed by the majority of all members of Lok Sabha. He can also resign by writing to the Deputy Speaker of the Deputy Speaker of the House. The Speaker of Lok Sabha എങ്ങനെ റിമൂവ് ചെയ്യുന്നത്? റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് മെജോറിറ്റിയിൽ അത് പാസ്സായി കഴിഞ്ഞാൽ, ഓൾ മെമ്പേഴ്സിൽ ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സും മെജോറിറ്റി അത് പാസ്സായി കഴിഞ്ഞാൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ഈ സ്പീക്കർ അതിനെ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കറിന് റൈറ്റ് എഴുതിയിട്ട് ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ മുമ്പാകെ അദ്ദേഹത്തിന് റിസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് റിസൈൻ ചെയ്ത് പോവാം. ഇനി അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദ പ്രധാനമന്ത്രി വന്ദൻ യോജന. പ്രധാനമന്ത്രി വന്ദൻ യോജനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. PM വന്ദൻ യോജന ഫോളോയിങ്. ഇതിൽ PM വന്ദൻ യോജനയെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് റിറ്റെയിൽ മാർക്കറ്റിംഗ് ലീഡ് വാല്യൂ അഡീഷൻ പ്ലാൻ ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ടു optimize and
the income for forest-based tribals in India. ഇതൊരു റിട്ടെയിൽ മാർക്കറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ മൈനർ ഫോറസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഫോറസ്റ്റ് ട്രൈബൽസ്, അവർക്ക് വേണ്ടിയിട്ട് അഡീഷണൽ കിട്ടുന്ന ഒരു ഇൻകം കൂടിയാണിത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ റീച്ച് ചെയ്യുന്നതാണ് ഈ ഒരു ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. Under this scheme, Vandan Vikas Kendra will be formed, which will be supported by TriFed by providing them with a model business plan and value addition work for minor forest producers. The C is the correct option. Both 1 and C is the correct. ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? വന്ദൻ വികാസ് യോജന എന്ന് പറയുന്നത് വന്ദൻ വികാസ് കേന്ദ്ര ഉണ്ട്. അത് ഫോം ചെയ്യുന്നത് വിൽ ബി ട്രൈഫഡിൻ്റെ സപ്പോർട്ടിൻ്റെ കീഴിലാണ് എന്താണ് വന്ദൻ വികാസ് കേന്ദ്ര ഉണ്ടാകുന്നത്. അത് എന്താണ് അവിടെ നൽകുന്നത്? വന്ദൻ വികാസ് കേന്ദ്രയിൽ ഒരു മോഡൽ ബിസിനസ് പ്ലാന് നൽകുന്നുണ്ട്. പിന്നെ അഡീഷണൽ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചിങ് അതും നൽകുന്നുണ്ട്. ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിന് അതൊരു അഡീഷണൽ വർക്ക് വാല്യൂ അഡീഷണൽ വർക്കും കൂടെ അവിടെ ഈ ഒരു വന്ദൻ വികാസ് കേന്ദ്രയിൽ നൽകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് ട്രൈഫഡാണ്. ഇനി എന്താണ് ഈ ഒരു സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അണ്ടർ ദ പ്രധാനമന്ത്രി ജൻധൻ യോജന the government has planned to provide a retail marketing and value addition plan for minor forest producers to boost income for forest-based tribes. Under this program, tribal enterprises will informed for collections of value addition and marketing of these producers. These enterprises will be in the form of self-help group and containing 50 to 20 members. These enterprises will be in the form of self-help group containing 50 to 20 members, and such 15 self-help group will further be joined into the larger group, that is Vandan Vikas Kendras, or found 300 members on this, and TriFed will support such Kendras through the providing them with a model business plans and processing plans and a tentative list of equipment for carrying out and value addition work for this producers. Under the Pradhan Mantri this program is under the Pradhan Mantri Jandhan Yojana. What government is making through this program? The government has planned to provide a retail marketing and value addition plan for minor forest producers for what to boost the income for forest-based tribes. Under this program, tribal enterprises will be formed. Tribal enterprises will be formed for collection and value addition and marketing of these producers. These enterprises will be in the form of a self-help group containing 50 to 20 members, and such 15 self-help group will be further be joined to another large group that is called Vandan Vikas Kendras. Around 300 members are containing 300 members. TriFed will support to this Kendras through the providing them a model business plans and processing plans and tentative list equipment for carrying out the value of addition work for these producers. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഈ കാര്യം? പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിലാണ് ഈ ഒരു പ്രവർത്തനം ഉള്ളത്. ഗവൺമെൻറ് എന്താണ് ഇതിന് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈബൽ പ്രൊഡ്യൂസേഴ്സ് അത് അവർ റിട്ടെയിൽ മാർക്കറ്റിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യുക, വാല്യൂ അഡീഷൻ പ്ലാൻസ് കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ട് ഒരു 15 to 20 മെമ്പേഴ്സുള്ള ഒരു എൻ്റർപ്രൈസസ് കൊണ്ടുവരിക, അതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായിട്ടുള്ളത്. പിന്നെ ആ ഒരു അതെന്തിനാണെന്ന് വെച്ചാൽ കളക്ഷനും വാല്യൂ അഡീഷൻ പ്രോസസ്സിനും പിന്നെ മാർക്കറ്റിംഗ് പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ യൂസ് ചെയ്യുന്നത്. പിന്നെ അവർ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എല്ലാം കൂടിയിട്ട് ഒരു 300 മെമ്പേഴ്സുള്ള ഒരു വന്ദൻ വികാസ് കേന്ദ്രാസ് കൊണ്ടുവരിക. അതിന് ട്രൈഫഡ് സപ്പോർട്ട് ചെയ്യും. ട്രൈഫഡ് എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിസിനസ് പ്ലാൻസ് കൊടുത്തിട്ട്, പ്രോസസ്സിങ് പ്ലാൻസ് കൊടുത്തിട്ട്, പിന്നെ എന്തൊക്കെ വേണം എന്നുള്ള ടെൻറ്റേറ്റീവ് ലിസ്റ്റ് റെഡിയാക്കിയിട്ട്, ഇതൊരു വാല്യൂ അഡീഷൻ വർക്കാണ് ഈ ട്രൈഫഡ് നൽകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, consider the following. The alluvial plains of Bangar and Gadar have characteristic features of the most stage of fluvial erosion and depositional landform.
ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചാണ് നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. ഇനി ഒരു പാൻഡമിക് സിറ്റുവേഷൻ തന്നെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂ. അപ്പോൾ ഈ ഒരു നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അഗ്രികൾച്ചറിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും പിന്നെ ഈ ഒരു ജോഗ്രഫിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ. അപ്പോൾ ഡിഗ്രി ലെവൽ PSC എക്സാമിനേഷൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ UPSCയുടെ പ്രീലിമിനറി എക്സാമിനേഷനിൽ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഒരു അവെയർനെസ് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അല്ലൂവിയൽ സോയിൽസിനെ കുറിച്ച് പഠിക്കുന്നില്ലേ? അപ്പോൾ അതിലുള്ള അല്ലൂവിയൽ പ്ലെയിൻസ് ബംഗാറും ആൻഡ് ഗാദാറും ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എബൌസ് ഈ കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ലൂവിയൽ പ്ലെയിൻസ് ഓഫ് ബംഗാർ ആൻഡ് ഗാദാർ ഹാവ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മെച്യൂർ സ്റ്റേജ് ഓഫ് ഫ്ലൂവിയൽ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. അപ്പോൾ ഈ അല്ലൂവിയൽ പ്ലെയിൻസ് ആണ് ബാംഗാർ ആൻഡ് ഗാദാർ അല്ലൂവിയൽ പ്ലെയിൻസ് ആണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് മെച്യൂർ സ്റ്റേജിൽ ഫ്ലൂവിയൽ എറോഷൻ ആണ്, അതിൻ്റെ പിന്നെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കാം. അടുത്തത് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആർ ക്യാരക്ടറിസ്റ്റിക് ബൈ പ്രസൻസ് ഓഫ് റിവർ റെയിൻ ഐലൻഡ് ആൻഡ് സാൻഡ് ബാർസ്. ബ്രഹ്മപുത്ര പ്ലെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ റെയിൻ ഐലൻഡ്സും സാൻഡ് ബാർസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഈസ് ഹരിയാന ആൻഡ് ഡൽഹി ഫോം എ വാട്ടർ ഡിവൈഡ് ബിറ്റ്വീൻ ഇൻഡസ് ആൻഡ് ഗംഗ റിവർ സിസ്റ്റം. ഹരിയാനയും ഡൽഹിയും ഒരു വാട്ടർ ഡിവൈഡ് ഫോം ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഇൻഡസിൻ്റെയും ഗംഗാ റിവറിൻ്റെയും ഇടയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ആൻസർ വരുന്നത് 1, 2, 3 ആണ്. 3 ഓപ്ഷൻസും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. അല്ലൂവിയൽ പ്ലെയിൻസായ ബംഗാർ ആൻഡ് ഗാദാറിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഗാദാറിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേകത സവിശേഷമായ ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെച്യൂർ സ്റ്റേജിൽ ഫ്ലൂവിയൽ ഇറോഷനും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്പോസിഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലഡൊക്കെ നൽകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സോയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഇത്. പിന്നെ ബ്രഹ്മപുത്രായ പ്ലെയിൻസിൽ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്? അവിടെ റിവർ റൈൻ ഐലൻഡും സാൻഡ് ബാസും ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഹരിയാന ഡൽഹിയും ഒരു വാട്ടർ ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇൻഡസിൻ്റെയും ഗംഗ റിവർ സിസ്റ്റത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് 3 കറക്റ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഫസ്റ്റ് ബംഗാർ ഈസ് എ ബെൽറ്റ് ഓഫ് ഓൾഡ് അല്ലൂവിയം. ഗാദാർ ഈസ് ഫോംഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് ന്യൂ അല്ലൂവിയാണ്. അല്ലൂവിയം സോയിൽസിൻ്റെ ഒരു ന്യൂ ബെൽറ്റിനെയാണ് നമ്മൾ ഗാദർ എന്ന് പറയുന്നത്. പിന്നെ ബംഗാർ എന്ന് പറയുന്നത് ഓൾഡ് അല്ലൂവിയാണ്. ദീസ് പ്ലെയിൻസ് ഹാവ് ബീൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മെച്യൂർ സ്റ്റേജ് ഫ്ലൂവിയൽ ഇറോഷൻ ആൻഡ് ഡെപ്പോസിറ്റൽ ലാൻഡ് ഫോംസ് സച്ച് ആസ് സാൻഡ് ബാർസ്, മിയാൻഡേഴ്സ്, ഓക്സ്ബോ ലേക്സ്, ബ്രൈഡഡ് ചാനൽസ് ഒക്കെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൂവിയൽ ഇറോഷൻ ഡെപ്പോസിറ്റൽ ലാൻഡ് ഫോംസിൻ്റെ ഫലമായിട്ട് ഈ അല്ലൂവിയൽ സോയിൽസ് എന്താണ് ഉണ്ടാകുന്നത്? സാൻഡ് ബാസ് ഉണ്ട്, മിയാൻഡേഴ്സ് ഉണ്ടാകുന്നുണ്ട്, ഓക്സ്ബോ ഉണ്ടാകുന്നുണ്ട്, ബ്രൈഡഡ് ചാനൽസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഈ സാൻഡ് ബാസും മിയാൻഡേഴ്സും ഓക്സ്ബോ ലേക്സൊക്കെ ബ്രൈഡഡ് ചാനൽസൊക്കെ. ഇനി അടുത്തത് ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ നമ്മളെ പെരിയാർ റിവറിൽ എന്തൊക്കെയാണ് ഫ്ലഡിൻ്റെ ശേഷം ഉണ്ടായത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആർ നോൺ ഫോർ ദ റിവർ റൈൻ ഐലാൻഡ് ആൻഡ് സാൻഡ് ബാർ. ബ്രഹ്മപുത്ര പ്ലെയിൻസ് നമ്മൾക്ക് ഓൾറെഡി അറിയാം അതൊരു റിവർ റൈൻ ഐലാൻഡും സാൻഡ് ബാസും ആണെന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദീസ് ഏരിയാസ് ആർ സബ്ജക്റ്റ് ടു പീരിയഡ് ഫ്ലഡ് ആൻഡ് ഷിഫ്റ്റിംഗ് റിവർ കോഴ്സ് ഫോമിങ് ബ്രൈഡഡ് സ്ട്രീംസ്. ഇത് NCERTയുടെ 11th ചാപ്റ്ററിൽ നിന്ന് എടുത്തതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റിഗാർഡിംഗ് ദ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഇൻ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ്. അപ്പോൾ നാഷണൽ എമർജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, അതിൻ്റെ പ്രൊക്ലമേഷനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ കൺസിഡർ ദ ഫോളോയിങ് എന്നാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. The occurrence of the actual armed rebellion is always required in order to proclaim the national emergency by the president. പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രൊക്ലമേറ്റ് ചെയ്യുന്നതിന് ആംഡ് റിബല്യൻ ആവശ്യമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോട്ട് കറക്റ്റ്.
Another one, written recommendation from the cabinet is prerequisite for declaration of emergency. അപ്പോൾ എമർജൻസി പുറപ്പെടുവിക്കുന്നതിന് മുന്നേ തന്നെ റിട്ടൺ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി സച്ച് ആസ് എ പ്രൊക്ലമേഷൻസ് ക്യാൻ നെവർ ബീൻ ക്വസ്റ്റ്യൻഡ് ഇൻ ദ അപ്പോൾ പ്രൊക്ലമേഷൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് സച്ച് നമ്മൾക്കറിയാം ഭരണഘടനാപരമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊക്ലമേഷൻ ഒരിക്കലും കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അത് ഒരിക്കലും ഇല്ല, ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബി ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ 2 ഈസ് ഓൺലി കറക്റ്റ്. 2 ഈസ് ദ ഓൺലി കറക്റ്റ്. റിട്ടേൺ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. പിന്നെ ഒക്കറൻസ് ഓഫ് ആക്ഷൻ അതൊന്നും ഇല്ല ശരിക്ക്. അപ്പോൾ 2 ഓൺലി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അണ്ടർ ദ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? അണ്ടർ ദ ആർട്ടിക്കിൾ ഓഫ് 350 ആണ്. ക്യാൻ ബി ഡിക്ലെയർ നാഷണൽ എമർജൻസി ഇഫ് ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ഓർ എനി അതർ പാർട്ട് ഓഫ് ദ കൺട്രി ഈസ് ത്രീറ്റൻഡ് ബൈ എ വാർ ഓർ റിബല്യൻ. ആമഡ് റിബല്യൻ അല്ലെങ്കിൽ വാർ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ കൺട്രിക്കോ അല്ലെങ്കിൽ കൺട്രിയുടെ അതർ ഭാഗങ്ങളിലോ ഒരു സെക്യൂരിറ്റി ത്രീറ്റന് വന്നു കഴിഞ്ഞാൽ ആണ് നമ്മൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് അണ്ടർ ദ ആർട്ടിക്കിൾ 352. 352 3 കഴിഞ്ഞാൽ 2 പിന്നെ 5 ഇതെന്താണ്? നാഷണൽ എമർജൻസിയാണ് പ്രഖ്യാപിക്കുന്നത്. 352 ആണ്. National emergency can be declared by the president even before actual occurrence of any such incident. It is satisfied there is an impending danger. ഇത് നമുക്ക് ഒരു മിലിറ്ററി റിബല്യൻ വരണമെന്നൊന്നും ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം നാഷണൽ എമർജൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ഒരു കാരണത്താൽ. ഇനി അടുത്തത് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി മെയ്ഡ് ബൈ പ്രസിഡന്റ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ദ റെക്കമെൻഡേഷൻ ഫ്രം ദ ക്യാബിനറ്റ്. റിട്ടേൺ റെക്കമെൻഡേഷൻ ആവശ്യമാണ് ഫ്രം ക്യാബിനറ്റിൽ നിന്ന്. ദ പ്രൈം മിനിസ്റ്റർ, അപ്പോൾ ദാറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഉണ്ടാവും. അതെന്തൊക്കെയാണ്, ആരൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ, അതർ മിനിസ്റ്റർ ഓഫ് ദ ക്യാബിനറ്റ് റാങ്കിലുള്ളവർ അടങ്ങിയ ഒരു റിട്ടേൺ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ആൻ എമർജൻസി കനോട്ട് ബി ഡിക്ലെയർ മിയർ അഡ്വൈസ്ഡ് ഓഫ് ദ പ്രൈം മിനിസ്റ്ററിൻ്റെ മാത്രം അഡ്വൈസിലൊന്നും നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കത്തില്ല. ഏർലിയർ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി വാസ് ഇമ്മ്യൂൺ ഫ്രം ദ ജുഡീഷ്യൽ റിവ്യൂ. മുന്നേക്കെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്നും ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. ബട്ട് 44th അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 1978 44th അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ ഒരു പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. ഇപ്പോൾ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ക്യാൻ ബി ചാലഞ്ച്ഡ് ഇൻ കോർട്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മാലിഫൈഡ് ഓർ ഇൻ ദ ബേസിസ് ദാറ്റ് ഡിക്ലറേഷൻ വാസ് ബേസ്ഡ് ഓൺ ദ വോളി എക്സ്ട്രാജിനിയസ് ആൻഡ് ഇറലവൻറ്റ് ഫാക്ട് ഫോർ ദ അബ്സോർബ്ഡ് ഓർ പെർവേസീവ്. അപ്പം 1978 അടിസ്ഥാനത്തിൽ കോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ദ ഇക്ത സിസ്റ്റം. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇക്ത സിസ്റ്റത്തിനെ കുറിച്ചിട്ട്. എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ ഇക്ത സിസ്റ്റത്തിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് അണ്ടർ ദിസ് സിസ്റ്റം ലാൻഡ് വർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫെർട്ടൈൽ ആൻഡ് നോൺ ഫെർട്ടൈൽ ടൈപ്സ് ഓഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ആനുവൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു സിസ്റ്റം പ്രകാരം ലാൻഡ് എന്ന് പറയുന്നത് ഫെർട്ടൈലും നോൺ ഫെർട്ടൈലും ടൈപ്പായിട്ട് ആനുവൽ പ്രൊഡക്ഷൻ്റെ ഒരു ഇപ്പോൾ ആ ഒരു ലാൻഡ് ആനുവലായിട്ട് എന്ത് പ്രൊഡക്റ്റ് ചെയ്യുന്നതോ എന്നനുസരിച്ചിട്ട് അതിനെ ഫെർട്ടൈലും നോൺ ഫെർട്ടൈലും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാൻഡിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇക്ത സിസ്റ്റത്തിൽ. പിന്നെ ഫിറോസ് ഷാ തുഗ്ലക് ദർ ഈസ് ഇക്ത സിസ്റ്റം വിക്കെയിം ഹെറിഡിറ്ററി. ഇക്ത സിസ്റ്റം ഹെറിഡിറ്ററി ആണ് അണ്ടർ ദ ഫിറോസ് ഷാ തുഗ്ലക്. അത് ഡൗട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റായി ആൻസർ എന്ന് വെച്ചാൽ ശരിക്കും രണ്ടാമത്തെ ഓൺലി 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ബി ഇസ് നോട്ട് റൈറ്റ്. അപ്പോൾ 2 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സിസ്റ്റമാണത്. ഈ കാലഘട്ടത്തിൽ ഇതിനെ സെവറൽ ലാർജ് ആൻഡ് സ്മോൾ ട്രാക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഓരോ ഓഫീസേഴ്സും സോൾജേഴ്സും നോബൽസൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫെർട്ടൈൽ നോൺ ഫെർട്ടൈൽ എന്നല്ല ഉണ്ടായിരുന്നത്, ലാർജ് ആൻഡ് സ്മോൾ എന്നുള്ള കാറ്റഗറീസിലായിരുന്നു ഉണ്ടായിരുന്നത്. The holders of large iktas were mainly പ്രൊവിഷണൽ ഗവർണേഴ്സ് ഹു ഹാഡ് സർട്ടൻ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിൾ. അപ്പോൾ ലാർജ് ഇക്ത ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രൊവിഷണൽ ഗവർണേഴ്സ് ആണുള്ളത്, അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ലാർജ് ഇക്ത ഉള്ളവർക്ക് ആരാണ്? അവർക്ക് പ്രൊവിൻഷ്യൽ ഗവർണേഴ്സാണ് ഉണ്ടാവുക. ആ ഗവർണേഴ്സിന് എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്.
പിന്നെ ദ ഹോൾഡേഴ്സ് ഓഫ് സ്മോൾ വൺസ് ആർ മോസ്റ്റ്ലി സ്മോൾ ട്രൂപ്പ്. സ്മോൾ വൺസിന് സ്മോൾ ട്രൂപ്പാണ്. അവർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഉണ്ടായിരിക്കില്ല, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഇൻ ദ ബിഗിനിങ് ദ സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ അപ്പോൺ സാലറി ആൻഡ് പോസ്റ്റ് വാസ് ഇൻ ഹെറിഡിറ്ററി. ഫസ്റ്റ് കാലഘട്ടത്തിൽ ഇതിനെ സാലറി ബേസ്ഡ് ആയിരുന്നു. പക്ഷേ പോസ്റ്റ് പിന്നെ അത് ഇറ്റ് വാസ് നോട്ട് ഹെറിഡിറ്ററി, അത് ഹെറിഡിറ്ററി അല്ല. പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ കാലഘട്ടത്തിൽ അത് പിന്നെയും ഹെറിഡിറ്ററി ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇനി അടുത്തത് ദ ടേം ട്രോപ്പിക് കാസ്കേഡ് റെഫേഴ്സ് ടു. ട്രോപ്പിക് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ്? ട്രോപ്പിക് കാസ്കേഡ് ഇൻസിഡൻറ്റ് ഓഫ് കോറൽ ബ്ലീച്ചിങ് പർട്ടിക്കുലർലി ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൽ കോറൽ ബ്ലീച്ചിങ് ഇൻസിഡൻറ്റിനെയാണ് ട്രോപ്പിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഒരു കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലായി, ട്രോപ്പിക്കൽ ഏരിയ ആണെന്ന് മനസ്സിലായി. ഇനി എന്താണ് ഇനി അടുത്ത ബി എന്ന ഓപ്ഷൻ, എക്കോളജിക്കൽ ഫിനോമിന ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ അഡീഷണൽ റിമൂവൽ ഓഫ് ടോപ്പ് പ്രിഡേറ്റർ ഇൻ ദ എക്കോസിസ്റ്റം. എക്കോളജിക്കൽ ഫിനോമിന ആണെന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ടോപ്പ് പ്രിഡേറ്റർ എക്കോസിസ്റ്റത്തിൽ ടോപ്പ് പ്രിഡേറ്ററിൻ്റെ റിമൂവലും പിന്നെ അവരെ അഡീഷനായിട്ട് ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ട്രോപ്പിക് കാസ്കേഡ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് ഇതൊരു ഇൻസിഡൻ്റ് ആണ്. The formation of photochemical smog in the tropical belt due to the increased pollution level. പൊല്യൂഷൻ ലെവൽ കൂടിയത് കൊണ്ട് ട്രോപ്പിക്കൽ ബെൽറ്റിലുണ്ടാകുന്ന ഒരു ഫോട്ടോകെമിക്കൽ സ്മോഗാണ് ട്രോപ്പിക് കാസ്കേഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതൊരു ഇൻസിഡൻ്റ് ആണ്. ഇനിയാണ് ഇൻക്രീസ് ദ പോപ്പുലേഷൻ ഇൻ ട്രോപ്പിക്കൽ കൺട്രീസ് ഡ്യൂ ടു ദ മൈഗ്രേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ട്രോപ്പിക്കൽ കൺട്രീസിലെ പോപ്പുലേഷൻ കൂടുന്നതിനെയാണ് ട്രോപ്പിക് കാസ്കേഡ് എന്നാണ് പറയുന്നത്. ഇതിന് ആൻസർ എന്താണ്? ബി ഈസ് ദ കറക്റ്റ് ആൻസർ. എക്കോളജിക്കൽ ഫിനോമിനാണ് ഈ ട്രോപ്പിക് കാസ്കേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഇക്കോസിസ്റ്റത്തിൽ ടോപ്പ് പ്രിഡേറ്ററിനെ റിമൂവൽ ചെയ്യുന്നതും അഡീഷണൽ ചെയ്യുന്നതും കൊണ്ടുണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ട്രോപ്പിക് കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പിക് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഈസ് എൻ എക്കോളജിക്കൽ ഫിനോമിന ട്രിഗേർഡ് ബൈ അഡീഷൻ ഓർ റിമൂവൽ ഓഫ് ടോപ്പ് പ്രിഡേറ്റർ ആൻഡ് ഇൻവോൾവിംഗ് റെസിപ്രോക്കൽ ചേഞ്ചസ് ഇൻ റിലേറ്റീവ് പോപ്പുലേഷൻ ഓഫ് പ്രിഡേറ്റർ ആൻഡ് പ്രേ ത്രൂ ഫുഡ് ചെയിൻ വിച്ച് ഈസ് ഓഫർ റിസൾട്ട് ഇൻ ദ ഡ്രാമാറ്റിക് ചേഞ്ചസ് ഇൻ എക്കോസിസ്റ്റം സ്ട്രക്ചർ ആൻഡ് ന്യൂട്രിയൻ സൈക്ലിംഗ്. അപ്പോൾ ന്യൂട്രിയൻ സൈക്ലിങ്ങിലും എക്കോസിസ്റ്റം സ്ട്രക്ചറിലൊക്കെ ഒരുപാട് മാറ്റം വരും. ഈ ഒരു ഫുഡ് ചെയിനിൽ ഒരു മാറ്റം വരും. ഒരു എന്താണെന്ന് വെച്ചെങ്കിൽ പ്രിഡേറ്ററിനെ അവർ ആഡ് ചെയ്യുന്നതുകൊണ്ടും റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫുഡ് ചെയിനിൽ ഒരു മാറ്റം വരും. അതുകൊണ്ട് അങ്ങനത്തെ ഉള്ളൊരു ഫിനോമിനയാണ് ഈ ട്രോപ്പിക്കൽ കാസ്കേഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻ.